ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കാൻ തിരക്കിട്ട് ഓർഡിനൻസ്. സ്ഥിരം VC നിയമനത്തിന് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവരികയാണ്. കരട് ഓർഡിനൻസ് മന്ത്രിസഭ അംഗീകരിച്ചു. അതേസമയം കോറം തികയാത്തതിനാൽ സാങ്കേതിക സർവകലാശാലയിലെ ഫിനാൻസ് കമ്മിറ്റി യോഗം ഇന്ന് നടന്നില്ല. 15-അംഗ കമ്മിറ്റിയിൽ 4 പേർ മാത്രമാണ് പങ്കെടുത്തത്. പ്രശാന്ത് കൃഷ്ണവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ഒരു മറുനീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണ്. അത് തിരക്കിട്ടുള്ളൊരു ഓർഡിനൻസ് എന്ന നിലയിലാണ്. വിവരങ്ങൾ എന്താണ്? രതീഷ്, ഡോക്ടർ സിസ തോമസ് ഇപ്പോൾ താൽക്കാലിക VC ആണ്. സർക്കാരിന് സിസ തോമസ് ആ സ്ഥാനത്ത് തുടരുന്നതിന് താല്പര്യവുമില്ല. ഹൈക്കോടതിയിൽ കേസെല്ലാം നടന്നതാണ്. അപ്പോൾ സ്ഥിരം VC നിയമനത്തിലുള്ള നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിൽ സ്ഥിരം VC നിയമനത്തിന്റെ ഭാഗമായുള്ള ഒരു കരട് ഓർഡിനൻസ് ഇന്നിപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. അതായത് UGC മാനദണ്ഡ പ്രകാരം സ്ഥിരം VC നിയമനത്തിന് ഉള്ള വകുപ്പുകൾ അതിൽ മാറ്റം വരുത്തുകയാണ്. അതായത് നിലവിൽ ഈ സ്ഥിരം VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഹെഡ് ചെയ്യുന്നത് നിലവിൽ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിലടക്കം ചില ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ഓർഡിനൻസിലൂടെ ഈ മാറ്റങ്ങൾ വരുത്തി പുതിയ VC നിയമനത്തിലേക്ക് പോവുക എന്നതാണ് ഉദ്ദേശം. നിലവിൽ ഡിജിറ്റൽ സർവകലാശാലയിൽ VC നിയമനത്തിന് ഉള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ പ്രതിനിധി നിയമപ്രകാരമില്ല. അപ്പോൾ സ്വാഭാവികമായും ഓർഡിനൻസ് ഇറക്കി ഗവർണറുടെ അംഗീകാരത്തിന് സമർപ്പിക്കാനും ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഗവർണർ ഈ വിഷയത്തിൽ ഉടക്കിടാനുള്ള സാധ്യതയുണ്ട്. കാരണം UGCയുടെ പുതിയ കരട് ഗൈഡ് ലൈൻസ് പ്രകാരം VC ചാൻസലർ ആയിരിക്കണം ഈ സെർച്ച് കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നിലവിൽ UGC ഗൈഡ് ലൈൻ സംബന്ധിച്ച അന്തിമ തീരുമാനം വരുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു ഓർഡിനൻസ് ഇറങ്ങിയതിന്റെ ചോദ്യം ചെയ്യലടക്കം ഉള്ള നടപടി രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ചുരുക്കത്തിൽ സർക്കാരിന്റെ ഒരു നീക്കം, ഈ ഓർഡിനൻസിലൂടെയുള്ള നീക്കം ഡിജിറ്റൽ സർവകലാശാലയിൽ ഒരു മാറ്റത്തിന് വേണ്ടി തന്നെയാണ്. ശരി, രാജ്ഭവന്റെ ഭാഗത്തുള്ള പ്രതികരണം, ഗവർണറുടെ പ്രതികരണമാണ് ഇനി വളരെ പ്രധാനമാകുന്നത്. തർക്കം അവസാനിക്കുന്നില്ല, അത് തുടരുകയാണ്. അതേസമയം തന്നെ സർക്കാർ ഒരു പുതിയ വഴി തേടുകയാണ് രാജ്ഭവനെ ഗവർണറെ മറികടക്കുന്നതിന് വേണ്ടി. പ്രശാന്ത് കൃഷ്ണയാണ് ആ വിവരങ്ങൾ നൽകിയത്.